മഹാനായ സയ്യിദുൽ മഖ്ദൂം തങ്ങൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരാണ്. ഈ കേരളക്കരയിൽ നിന്നും ആദ്യമായി കടൽ കടന്നതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരുന്നവരാണ്. മക്കളുടെ പള്ളിയിൽ പോയി ഊതി പഠിച്ചവരാണ്. അവിടുന്ന് കുതിരപ്പുറത്ത് കയറി ഈജിപ്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയവരാണ്. അവർ വിരിച്ച ഗ്രന്ഥമാണല്ലോ മങ്കൂസമുള്ളത്. ആ മങ്കൂസമുലിൽ മഹാനവരുകൾ തുടക്കത്തിൽ കൊണ്ടുവരുന്നവരെ എത്ര മനോഹരമായ വരിയാണ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ. സുബ്ഹാനല്ലദീ എന്നുള്ള റസാലിമാവിന്റെ മുൻപിൽ ഗ്രന്ഥത്തെ ചുരുക്കി എഴുതിയതാണ് മഹാനായ സയ്യിദുൽ മഖ്ദൂം തങ്ങളുടെ മങ്കൂസമുലിൽ. എന്നും പൊന്നാനി പള്ളിയിൽ മഹാനവരുകൾ അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. കഴിയുന്നവരൊക്കെ അവിടെ പോയി സിയാറത്ത് ചെയ്യുക. മലബാറിൽ മക്ക എന്നറിയപ്പെടുന്നതാണ് പൊന്നാനി. ആ പൊന്നാനിയിൽ നിന്നാണ് ആദ്യമായി മുത്തഅല്ലിമീങ്ങൾക്ക് സനദ് കൊടുത്തു വിടുന്ന ആദ്യത്തെ കേരളത്തിലെ സനദ് പ്രഖ്യാപിച്ച പള്ളിയാണ് പൊന്നാനി പള്ളി. ആദ്യത്തെ സനദാണ് മുസ്ലിയാരെന്നാണ് അന്ന് മഹാനവരുകൾ കൊടുത്തുവിട്ടത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിയാർ എന്നുള്ള പ്രയോഗം വന്നത്. ആര്യങ്ങളാകുന്നവർക്ക് അവിടെ നിന്ന് കൊടുത്തിരുന്ന സനദാണ് മുസ്ലിയാർ എന്നുള്ളത്. ആ മഹാനവരുകളുടെ എത്ര മനോഹരമായിട്ടാണ് അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്നത്. സുബ്ഹാനല്ലദീ, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. എങ്ങനെയുള്ള അല്ലാഹുവാണ്. അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ചിരിക്കുന്നു. എന്തിനെയാണ്? ഖമറ നബിയിൽ ഹുദാ, സന്മാർഗ്ഗത്തിന്റെ നബിയാകുന്ന ചന്ദ്രനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഉദിപ്പിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ചന്ദ്രൻ പോലും തോറ്റുപോകുന്ന മുഖഗമനമുള്ളവരായിരുന്നല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉലിൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു والنور من وجناته يتوقد. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ആമിന നീലമണിത്തട്ടിലേക്ക് പ്രസവിച്ചു വീഴുമ്പോൾ അവിടുത്തെ പരിശുദ്ധമായ കബറുകളിൽ അതാ അന്നൂർ യതവഖദു, പ്രകാശം തട്ടിക്കളയുകയാണ്, ജ്വലിച്ചുയരുകയാണ്. ജിബ്രീൽ വനാദാ في منصة حسنه هذا مريم الكون هذا أحمد. ആമിന ബീവി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവ് വിളിച്ചു പറയുകയാണ്, ഹാദാ മരീമുൽ കൗനി, ഇത് പ്രപഞ്ചത്തിലെ സുന്ദരനാണ്. ഹാദാ അഹ്മദു, ഇത് സ്തുത്യനായ എല്ലാവരും സ്തുതിക്കപ്പെടുന്ന നേതാവാണ്. قالت ملائكة السماء بنسرهم ولد الحبيب ومثله لا يولد. വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്, ഹബീബായ തങ്ങൾ ജനിച്ചിരിക്കുകയാണ്, പ്രസവിക്കപ്പെട്ടിരിക്കുകയാണ്. ആ തങ്ങളെ പോലെ ഉമ്മയും ഒരു കുട്ടിക്കും ഇവിടെ ജന്മം കൊടുക്കുകയില്ല. അത്രയ്ക്കും സുന്ദരരായിട്ടുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മങ്കൂസമുലിൽ നമുക്കറിയാം, മഹാനവരുകൾ അവിടെ നിന്ന് വളരെ സാഹിത്യപൂർണമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശത്ത് തട്ടിക്കളിക്കുന്ന അമ്പിളിയെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ, നക്ഷത്രങ്ങൾ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ, അത്രയ്ക്കും വളരെ സൗന്ദര്യത്തിന്റെ മുഖത്തോടുകൂടിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുന്നത്. ഇത് മഹാനവരുകൾ വെറുതെ എഴുതിയിരിക്കുകയില്ല. ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ رأيت رسول الله صلى الله عليه وسلم في ليلة من ضحيها
മേഘങ്ങളില്ലാതെ നിലാവ് ഉദിച്ചു നിൽക്കുന്ന ചാന്ദ്രികമായിട്ടുള്ള ഒരു രാത്രിയിൽ, ചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണുകയാണ്. فجعلت انظر اليه والى القمر, ഞാൻ അവിടുത്തെ മുഖത്തിലേക്കും ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനിലേക്കും ഞാൻ മാറി മാറി നോക്കാൻ തുടങ്ങി. فلهو عندي احسن من القمر, ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതായി തോന്നിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഫൗലിദ ബിവജിഹിൻ അഖ്ജല ഖമറും വഫർഖദാ, ചന്ദ്രനെ നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ മുഖവുമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീഴുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തെ മനസ്സിലാക്കുവാനും അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കുവാനും ഒരു പ്രാവശ്യമെങ്കിലും ആ ചന്ദ്രനേക്കാൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യത്തിലുടമയായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള യുവാക്കളോട് പറയാനുള്ളത്, ഈ വിശുദ്ധമായ റബീഉൽ മാസത്തിൽ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കല്ലേ. 5 നേരത്തെ നിസ്കാരം ജമാഅത്തായി നമ്മൾ ശ്രദ്ധിക്കണേ. സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണേ. പ്രിയമുള്ളവരെ,